നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. +2 ഫിസിക്സ് 2026 മാർച്ച് 6-ാം തീയതി പരീക്ഷ. കുട്ടികളെല്ലാം തകർത്ത് വെച്ച് പഠിക്കുകയാണ്. കൂടുതൽ കുട്ടികളും ഡെറിവേഷൻസ് മാത്രം പഠിക്കുന്നു. കാരണം ഡെറിവേഷൻസ് ഏകദേശം 10-80ഓളം 85ഓളം ഡെറിവേഷൻസ് ഫിസിക്സിൽ പഠിക്കാനുണ്ട് സെക്കൻഡ് ഇയർ. ചെറുതും വലുതുമായിട്ടുള്ള ഇത്രയും ഡെറിവേഷൻസ് പഠിക്കുകയാണ്. നിങ്ങൾ ഈ 2026 ഫെബ്രുവരി മാസത്തിൽ നടന്ന മോഡൽ എക്സാം എടുത്തു നോക്കുക, ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക. ഡെറിവേഷൻസ് മാത്രം പഠിച്ചാൽ കിട്ടുമോ? വേണ്ട. 2025 പബ്ലിക് എക്സാം എടുത്ത് നോക്കുക. ഡെറിവേഷൻസ് മാത്രം പഠിച്ചാൽ നമുക്ക് ഫുൾ മാർക്ക് അല്ല, ചിലപ്പോൾ പാസ് മാർക്ക് പോലും ചിലപ്പം കിട്ടണമെന്നില്ല. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഈ മോഡൽ എക്സാം എടുത്തിട്ട് നിങ്ങൾ 1 മാർക്ക് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയാൽ 1 മാർക്ക് 7 ക്വസ്റ്റ്യൻ 5 ക്വസ്റ്റ്യൻ. അത് മാത്രമല്ല, 2 മാർക്കിനിടയിലുള്ള സബ് ഡിവിഷൻ ക്വസ്റ്റ്യൻസ് വരും, 3 മാർക്കിനിടയിലുള്ള സബ് ഡിവിഷൻ ക്വസ്റ്റ്യൻസ് 1 മാർക്ക് വരും, 4 മാർക്കിനിടയിലുള്ള സബ് ഡിവിഷൻ 1 മാർക്ക് വരും, 5 മാർക്കിനകത്തെ 1 ഡിവിഷൻ 1 മാർക്ക് വരും. ഞാൻ പറഞ്ഞു വരുന്നത് 30-നും 40-നും ഇടയിലൊക്കെയാണ് 1 മാർക്ക് ക്വസ്റ്റ്യൻസ്. 80 മാർക്കിനാണല്ലോ മൊത്തം ചോയ്സ് ഉൾപ്പെടെ. 30 മാർക്കിനും 40 മാർക്കിനും ഇടയിലാണ് 1 മാർക്ക് ക്വസ്റ്റ്യൻസ്. എന്നിട്ട് ഈ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യുക എന്ന് പറയുന്നത് 1 മാർക്കിന് വേണ്ടി മാത്രമല്ല. ഇതൊരു നല്ല പോലൊരു ടോപ്പിക്ക് പഠിച്ചാൽ അതിനിടയിൽ നിന്ന് കിട്ടുന്ന ഒരു സംഭവമാണ് 1 മാർക്ക് ക്വസ്റ്റ്യൻ പലപ്പോഴും. അത് നിങ്ങൾ വളരെ വളരെ ശ്രദ്ധിക്കണം. 1 മാർക്കിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് വേണം പഠിക്കാൻ. ഇപ്പം മോഡലിന്റെ ക്വസ്റ്റ്യനൊക്കെ ഞാൻ ചെയ്യിപ്പിച്ച് വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ഇട്ടുതരാം. ഒരുപാട് പേർക്കും ടഫായിട്ടുള്ളത് 1 മാർക്കാണ് 2 മാർക്കാണ്. നിങ്ങൾ കമന്റ്സിൽ ഉറപ്പായിട്ട് പറഞ്ഞോളുക. അന്നേരം 1 മാർക്ക് 2 മാർക്ക് നിങ്ങൾ വളരെയധികം കോൺസെൻട്രേറ്റ് ചെയ്യണം. ഡെറിവേഷൻസ് എല്ലാം പഠിക്കണം. പക്ഷേ അതിനോടൊപ്പം നിങ്ങൾ 1 മാർക്ക് ക്വസ്റ്റ്യന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചില്ലെങ്കിൽ അത് നമുക്ക് ദോഷമാവും. കാരണം എളുപ്പമുള്ള പരീക്ഷ എല്ലാവർക്കും എളുപ്പമാണ്. പാടുള്ള പരീക്ഷ വരുമ്പം ഈ ആവറേജിന് മുകളിലുള്ളവർ കയറി തകർക്കും. അവരെല്ലാം പഠിച്ചുകൊണ്ട് പോകും. ആവറേജിന് താഴെയുള്ളവർ താഴോട്ട് വീഴും. അന്നേരം താഴോട്ട് വീഴാതിരിക്കാൻ എല്ലാ കുഞ്ഞുങ്ങൾക്കും നല്ല മാർക്ക് കിട്ടാൻ വേണ്ടിയാണ് ഇത് പറയുന്നത്. 1 മാർക്കിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങൾ പഠിക്കുക. കാരണം 30-40 ഇടയിലൊക്കെ 1 മാർക്ക് ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് പോകുന്ന 1 മാർക്ക് അല്ലേ ഡേ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. 1 മാർക്കാണ് നമുക്ക് പെട്ടെന്ന് തെറ്റുന്നത്. ചോയ്സ് ഒന്നും ചിലപ്പം കാണണമെന്നില്ല. ഈ ഡാഷ് ചോയ്സ് ഒന്നും ഇല്ല. നമ്മുടെ ഡാഷ് എന്നുള്ള ആ 1 മാർക്ക് വെച്ച് അങ്ങ് ചെറുപറാ പോവും. നമ്മൾ അറിയത്ത് പോലും ഇല്ല. 1 മാർക്ക് പടപടാന്നങ്ങ് പോകും. നമുക്ക് 5 മാർക്കും 4 മാർക്കും ഒക്കെ എസ്ഐ ഡെറിവേഷനൊക്കെ നമുക്ക് സിമ്പിളായിട്ട് എഴുതി പോകാം. അന്നേരം 1 മാർക്ക് ശ്രദ്ധിക്കുക. വില്ലനാണ്, കൊടും വില്ലനാണ്. നല്ലപോലെ പഠിക്കുക. മാക്സിമം 1 മാർക്ക് ക്വസ്റ്റ്യൻസ് നമ്മൾ ജയിപ്പിക്കും. ഉറപ്പായിട്ടും നിങ്ങൾ വീഡിയോസ് കണ്ടുപിടിക്കുക. നെവർ എവർ ഗിവ് അപ്പ്.